ഹായ് സ്റ്റുഡൻസ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ. പക്ഷേ അത് ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ട് ബാക്കി അഡ്ജസ്റ്റ് ചെയ്തു, ക്യാഷ് ബുക്ക് ബാലൻസിന് ഈക്വലാക്കി വെച്ചു. ഇത് ചെയ്യുന്നത് ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് ബാലൻസ് മീൻസ് ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. അത് വെച്ചിട്ടാണ് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലുള്ള ബാലൻസും റീകൺസൈൽ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാണ് പ്രിപ്പയർ ചെയ്യുക. അതായത് പാർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, അത്രയേ വേണ്ടൂ. ഈ എമൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് തരുന്നത് ചിലപ്പം ആഡ് ചെയ്യാൻ കുറേ ഐറ്റം ഉണ്ടെങ്കിൽ ഇന്നർ കോളത്തിൽ ആഡ് ചെയ്യേണ്ട എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് ഔട്ടർ കോളത്തിൽ നെറ്റ് എമൗണ്ട് മാത്രം ഇടുക. അതുപോലെ ലെസ് ചെയ്യാൻ കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇടുക, ഔട്ടർ കോളത്തിൽ നെറ്റ് എമൗണ്ട് ഇട്ടിട്ട് ലെസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 2 കോളം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെബിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് കോളം ആസ് പെർ ക്യാഷ് ബുക്ക് ആസ് ഓൺ 31st March 2022 ₹12,000. അപ്പോൾ ഈ 12,000 വെച്ചിട്ടാണ്, അതായത് ബാങ്ക് കോളം ആസ് പെർ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ്, നോർമൽ കേസിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എങ്കിൽ മാത്രമേ ട്രേഡറുടെ കയ്യിൽ അല്ലെങ്കിൽ ബിസിനസ്മാൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്നുള്ള അർത്ഥം വരുള്ളൂ. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും നോർമൽ കേസിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇത് വരയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31st ആസ് ഓൺ ആണ് ഉണ്ടത്. ഫോർ ദ ഇയർ ആൻഡ് അല്ല, ആസ് ഓൺ ഒരു പാർട്ടിക്കുലർ ഡേറ്റിൽ, പിന്നെ പാർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം. ഓക്കെ, നമുക്കപ്പോൾ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഇത് എഴുതി 12,000 എഴുതിയിട്ടുണ്ട്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, അതായത് ഇത് ബാലൻസ് ഓഫ് ബാങ്ക് കോളം ആസ് പെർ ക്യാഷ് ബുക്ക് ആസ് ഓൺ 31st March 2022 12,000. അത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 12,000. നെക്സ്റ്റ് വരുന്നത് എന്താ? സെക്കൻഡ്, ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാലൻസ് തന്നതിന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എങ്കിൽ മാത്രമേ അവർ ഡെപ്പോസിറ്റ് ഉണ്ടെന്നുള്ള അർത്ഥം വരുള്ളൂ. അപ്പം ബാങ്ക് ബാലൻസ് നെക്സ്റ്റ് തന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ എടുക്കാൻ പാടില്ല. അത് ലാസ്റ്റ് ഈ ക്യാഷ് ബുക്ക് ബാലൻസിനോട് കൂടി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസർ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ ബാലൻസിന് സെയിം ആയിരിക്കണം. അപ്പോൾ ഇത് നമ്മളവിടെ വെക്കുക, രണ്ടാമത്തത്. അത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതാണ്. ദെൻ തേർഡ് നോക്കാം. ഔട്ട് ഓഫ് ദ ടോട്ടൽ ചെക്സ് ഇഷ്യൂഡ് ഓഫ് ₹10,000, checks of ₹3,000 were debited by bank in March 2022. Checks of ₹4,000 were debited in April 2022, and the rest have not been presented yet. അപ്പോൾ 10,000ൻ്റെ ചെക്ക്, 10,000ൻ്റെ 3 ചെക്കാണ് ഇഷ്യൂ ചെയ്തത്. അതിൽ 3,000ൻ്റെ ചെക്ക് ബാങ്കിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. മാർച്ചിൽ തന്നെ, മാർച്ച് 2022 3,000ൻ്റെ ചെക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ. പക്ഷേ 4,000ൻ്റെ ചെക്സ് ഓഫ് 4,000 വേർ ഡെബിറ്റഡ് ഇൻ ഏപ്രിൽ. 4,000 rupeesൻ്റെ ചെക്ക് ഏപ്രിൽ മാസത്തിലാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് റെസ്റ്റ് ഹാവ് നോട്ട് ബീൻ പ്രസൻറ്റഡ് യെറ്റ്. ബാക്കിയുള്ളത് പ്രസൻറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ 3 ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പം 10,000ൻ്റെ 3 ചെക്ക് ടോട്ടൽ എമൗണ്ട് 10,000 വരിക. അപ്പോൾ 3 ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പം തന്നെ മർച്ചൻ്റ് അല്ലെങ്കിൽ ട്രേഡർ ക്യാഷ് ബുക്ക് എന്ന് ഇത്രയും എമൗണ്ട് കുറച്ച് കാണിച്ചിട്ടുണ്ടായിരിക്കും, 10,000. കാരണം ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് മർച്ചൻ്റ് അല്ലെങ്കിൽ ട്രേഡർ ആയിരിക്കും. ആ ട്രേഡർ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പം ക്യാഷ് ബുക്ക് ബാലൻസ് എന്ന്, അതായത് ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക് എന്ന് 10,000 കുറച്ചിട്ടുണ്ട്. ആ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ബാങ്ക് ബാലൻസ് എന്ന് കുറയുള്ളൂ. പക്ഷേ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 3,000ൻ്റെ ചെക്ക് മാർച്ചിൽ പ്രസൻറ്റ് ചെയ്തു, അത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. 4,000ൻ്റെ ചെക്ക് ഏപ്രിലാണ് പ്രസൻറ്റ് ചെയ്തത്, അതുകൊണ്ട് ഏപ്രിലാണ് ഡെബിറ്റ് ചെയ്തത്.
നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 31 മാർച്ച് 2022 ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം അതുവരെയുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമുക്കിവിടെ എടുക്കാൻ പാടുള്ളൂ. ഏപ്രിലുള്ളത് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പം 10,000 ചെക്ക് ഇഷ്യൂ ചെയ്തതിൽ വെറും 3,000 മാത്രമേ ബാങ്ക് ഡെബിറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 7,000 ഈ മാർച്ച് 31 ഡെബിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള 7,000 ഈ 10,000 3,000 ചെയ്തു, ബാക്കി 7,000 ഉണ്ടാവും. അതിൽ 4,000 ഏപ്രിലിൽ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പം ബാക്കിയുള്ള 7,000 ബാങ്ക് ബാലൻസിൽ നിന്ന് ലെസ് ചെയ്തിട്ടില്ല, ക്യാഷ് ബാലൻസിൽ നിന്ന് മാത്രമേ ലെസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ക്യാഷ് ബുക്ക് വെച്ച് ചെയ്യുമ്പം ക്യാഷ് ബുക്കിൽ നിന്ന് മാത്രം ലെസ് ചെയ്ത ഐറ്റം നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ആഡ് ചെയ്യണം. ഇവിടുന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ക്യാഷ് ബുക്കിൽ മാത്രം ലെസ് ചെയ്ത ഐറ്റം റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ആഡ് ചെയ്യണം, ക്യാഷ് ബാലൻസിനോട് ആഡ് ചെയ്യണം. അപ്പം നമുക്കതിവിടെ ആ 7,000 മാത്രമേ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം 3,000 ഇവിടെ ഡെബിറ്റ് ചെയ്തു, ബാങ്കിലും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ബുക്കിൽ മാത്രമല്ല ബാങ്ക് പാസ്ബുക്കിലും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഡെബിറ്റഡ് ബൈ ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10,000-ൽ 3,000 രണ്ടിലും ലെസ് ചെയ്തിട്ടുണ്ട്, ബാക്കി 7,000 ആണ് ബാങ്കിൽ ലെസ് ചെയ്യാത്തത്. അതുകൊണ്ട് ഇതിൽ ലെസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളത് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്തു ആഡ് ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റ് ഫോർ പേയ്മെൻറ്റ് 7,000. മാർച്ച് 31 ഈ 7,000 ചെക്ക് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഔട്ട് ഓഫ് ദ ടോട്ടൽ ചെക്സ് ഡെപ്പോസിറ്റഡ് ഓഫ് ₹5,000, ചെക്സ് ഓഫ് ₹1,500 were credited by bank in March 2022 and the balance checks were credited in April 2022. അപ്പോൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് ബാങ്ക് ബാലൻസ് കൂടണം. അപ്പോൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ട്രേഡർ അല്ലെങ്കിൽ ബിസിനസ്മാൻ ക്യാഷ് ബുക്കിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്കിൽ ഇത്രയും എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിലെ ചെക്സ് ഓഫ് 1,500 were credited by bank in March 2022. ഈ 5,000 ഡെപ്പോസിറ്റ് ചെയ്തതിൽ വെറും 1,500 മാത്രമേ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ മാർച്ചിൽ, ബാക്കി ഏപ്രിലാണ് ചെയ്തത്. അപ്പം ക്യാഷ് ബുക്കിൽ 5,000 കൂടിയിട്ടുണ്ട്, പക്ഷേ ബാങ്കിൽ മാർച്ചിൽ വെറും 1,500 മാത്രമേ കൂടിയിട്ടുള്ളൂ. ബാക്കി എത്ര വേണം? ബാക്കി 3,500 ഏപ്രിലാണ് കൂടിയത്. അപ്പോൾ ഏപ്രിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം 3,500 ഏപ്രിലാണ് ഇതിൽ ചെയ്തത്. അപ്പോൾ 3,500 ക്യാഷ് ബുക്കിൽ ഇപ്പോൾ അധികമായിട്ടുണ്ട്. പാസ്ബുക്കിനെക്കാട്ടിയും കൂടുതൽ ക്യാഷ് ബുക്കിൽ 3,500 ഉണ്ട്. അതായത് 5,000 ഫുള്ളായിട്ട് ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്തിട്ടു, പക്ഷേ ബാങ്കിൽ വെറും 1,500 മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 3,500 ആഡ് ചെയ്തിട്ടില്ല മാർച്ച് ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ആ 3,500 ക്യാഷ് ബുക്കിൽ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഇവിടുന്ന് ലെസ് ചെയ്യണം. 3,500 ലെസ് ചെയ്യാവേണ്ടത്. അപ്പോൾ ലെസ് ചെയ്യുന്നത് ചെയ്തതിന് മുന്നേ നമുക്കിവിടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നോക്കണം. അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഇട്ടിട്ട് ഞാൻ അടുത്ത ഇതിലേക്ക് പോവാണ്. ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒരുമിച്ച് ആഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ ലെസ് ചെയ്യാൻ ഇട്ടാൽ മതി. ബാങ്ക് ഹാഡ് ഡെബിറ്റഡ് 100 ആസ് ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസ് ആയിട്ട് 100 ബാങ്ക് എടുത്തിട്ടുണ്ട്. അപ്പം ബാങ്ക് ബാലൻസിൽ 100 കുറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ബാലൻസിൽ കുറഞ്ഞിട്ടില്ല. അപ്പം ക്യാഷ് ബുക്കിൽ കൂടിയിട്ട് തന്നെയാണുള്ളത്, അത് കുറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതും മൈനസ് ചെയ്ത് കാണിക്കണം. അതായത് ക്യാഷ് ബുക്കിൽ ഒന്നും ചെയ്യാതെ ബാങ്കിൽ മാത്രം കുറയുന്നു. അങ്ങനെയാകുമ്പം അത് ക്യാഷ് ബുക്കൊന്നും കുറച്ച് കാണിക്കണം. ഇത് കുറക്കേണ്ടത് നമ്മൾ പിന്നെ ചെയ്യാം. ആൻഡ് ഹാഡ് ക്രെഡിറ്റ് 200 ആസ് ഇൻട്രസ്റ്റ് ഇൻകം ആണ്. അപ്പം ബാങ്ക് ബാലൻസിൽ 200 കൂടിയിട്ടുണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട്, പക്ഷേ ക്യാഷ് ബുക്കിൽ കൂടിയിട്ടില്ല. ബാങ്കിൽ 200 കൂടിയിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ 200 കൂടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ അത് ആഡ് ചെയ്യാൻ ഇടണം. ഈ 200 ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അതിവിടെ എൻറ്റർ ചെയ്തു. അതായത്
ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. അത് 200. 100 മൈനസ് ചെയ്യേണ്ടതാണ്. അത് എടുത്തിട്ടല്ല, ഈ 200 മാത്രം എടുത്തു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എ ചെക്ക് ഇഷ്യൂഡ് ടു എസ് ലിമിറ്റഡ് ഫോർ 3,400 വാസ് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ആസ് 4,300. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പം സാധാരണയായിട്ട് ക്യാഷ് ബാലൻസ് കുറച്ചിട്ടാണ് കാണിക്കുക. ചെക്ക് ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ ക്യാഷ് ബാലൻസ് കുറയുന്നത് ഉള്ള അസംഷനിൽ അത് കുറച്ച് കാണിക്കും. അപ്പോൾ 3,400 കുറക്കേണ്ടടുത്ത് എന്താ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ 4,300 അധികമായിട്ടാണ് അത് റെക്കോർഡ് ചെയ്തത്. അധികം കുറച്ച് കാണിച്ചു. 3,400 കുറക്കേണ്ടടുത്ത് 4,300 കുറച്ചു. അപ്പോൾ 900 അധികമായിട്ട് കുറച്ചിട്ടാണ് ഉള്ളത് ക്യാഷ് ബുക്കിൽ. 900 ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് 900 ആണ്. 900 അധികമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും ഇതിനോട് കൂടെ ആഡ് ചെയ്യണം. കാരണം നമ്മൾ ഈ എമൗണ്ടിൽ ഉള്ള ഡിഫറൻസ് എത്രയാണോ അത് നമ്മൾ വീണ്ടും ആഡ് ചെയ്തിട്ട് കൊടുക്കുക. വേണ്ടത് 900 അധികമായി കുറച്ചത് കൊണ്ട് അത് ആഡ് ബാക്ക് ചെയ്യണം. അതായത് ചെക്ക് ഇഷ്യൂഡ് ടു എസ് ലിമിറ്റഡ് ഫോർ 3,400 റോങ്ലി എൻറ്റേർഡ് എസ് 4,300. അപ്പോൾ തെറ്റായിട്ട് എൻ്റർ ചെയ്തത് നമ്മൾ വീണ്ടും അത് തിരിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഈ 3 ഐറ്റമാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പം നമ്മളിത് ആദ്യം ആഡ് ചെയ്യുക, എന്നിട്ട് ഔട്ടർ കോളത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മാത്രം ലെസ് ചെയ്യേണ്ടത് എടുത്താൽ മതി. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8,100 ആണ് കിട്ടുക. ഈ 7,200 900 ആഡ് ചെയ്താൽ 8,100 കിട്ടി. അത് ഔട്ടർ കോളത്തിലിട്ടു. ഈ 12,000 കൂടി 8,100 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20,100. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക് ബാലൻസിനോട് കൂടി ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്തു. അതിന് ലെസ് ചെയ്യാൻ ഇവിടെ 2 ഐറ്റം ഉണ്ട്, നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 2 ഐറ്റമിനെ മൈനസ് ചെയ്യാൻ ഇട്ട് കൊടുക്കുക. ലെസ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് ക്രെഡിറ്റഡ്. ഔട്ട് ഓഫ് ദ ടോട്ടൽ ചെക്ക് ഡെപ്പോസിറ്റഡ് ₹5,000, check of ₹1,500 were credited by bank in March 2022 and balance check were credited in April. അപ്പോൾ ബാലൻസ് എമൗണ്ട് ഏപ്രിലിൽ ചെയ്തതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അതായത് ഏപ്രിലിൽ ചെയ്യുന്നത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടത് മൈനസ് ചെയ്തു. 5,000 നിന്ന് 1,500 മൈനസ് ചെയ്താൽ 3,500 ആണ്. അത് നമ്മൾ മൈനസ് ചെയ്യാൻ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് ഈ ഐറ്റം ബാങ്ക് 100 ബാങ്ക് ചാർജസ് ആയിട്ട് ഡെബിറ്റ് ചെയ്തത്. ബാങ്ക് ചാർജസ് ചാർജ്ഡ് ബൈ ബാങ്ക് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് 100. നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 100 ബാങ്ക് ചാർജസ് ക്യാഷ് ബുക്കിൽ മൈനസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് മൈനസ് ചെയ്യാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടുമാണ് സബ്ട്രാക്ട് ചെയ്യേണ്ട ഐറ്റംസ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആദ്യം ആഡ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഇതിൽ നിന്ന് ഇതും മൈനസ് ചെയ്യണം, ഇതും മൈനസ് ചെയ്യണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും ആദ്യം ആഡ് ചെയ്തിട്ട് ഇവിടെ ഇടുക 3,600. എന്നിട്ട് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. ഓക്കെ, $16,500. ഈ 16,500 നമുക്ക് എവിടെ കിട്ടണം? ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ് 16,500 അങ്ങനെ കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തത് കറക്റ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്യാഷ് ബുക്ക് ബാലൻസിനോട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുന്ന നെറ്റ് എമൗണ്ട് ഈ ബാങ്ക് ബാലൻസിന് സെയിം ആയിരിക്കണം, 16,500. അതായത് ഈ 16,500 നേർക്ക് ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതി കാണിക്കും. അതായത് ക്യാഷ് ബുക്ക് ബാലൻസും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുള്ള ബാലൻസും റീകൺസൈൽ ചെയ്തിട്ടുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ.